ഹായ് കൂട്ടുകാരെ, ഇപ്പൊ ഇവിടെ രാത്രിയാണ്, ഒമാനിലെ സലാലാണ് കേട്ടോ. അപ്പൊ രാത്രി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പൂവ് ഉണ്ടാവും. അപ്പൊ ആ പൂവ് വിരിയുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ആക്ച്വലി രാത്രിയെ വിരിയത്തുള്ളൂ. അപ്പൊ നമുക്ക് പകൽ ഇത് കാണാൻ പറ്റത്തില്ല. പകൽ അത് മുട്ട പോലെയാണ് നിൽക്കുന്നത്. നമുക്ക് അത് വിരിഞ്ഞ് നിൽക്കുന്നത് രാത്രിയിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനും വലുതായിട്ട് അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാറില്ല ബാൽക്കണിയിൽ. അപ്പൊ ഇന്ന് ഇത് രണ്ടെണ്ണം വിരിഞ്ഞ് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ വ്യൂ ആണ് കാണാൻ. നിങ്ങളിത് കണ്ടോണേ. ഇത് കണ്ടോ, എന്നാ വലിയ പൂവാ നോക്കണം. അയ്യോ എന്ത് രസമാണ് പൂവ് കാണാൻ. കണ്ടോ, കോട പോലെ ഇരിപ്പുണ്ട്. കണ്ടോ എന്റെ ഉള്ളിലെ വ്യൂ നോക്കിയേ. ഹായ്, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഇത് മോർ ഇന്റീരിയർ നോക്കിയേ. കണ്ടോ, സൂപ്പർ അല്ലേ? അടിപൊളി. കണ്ടോ കണ്ടോ, ഇതാണ് പൂവ്. അപ്പൊ ഈ ഫ്ലവർ ഇനി വിരിഞ്ഞിട്ട് അത് വാടി ഉണങ്ങി പോകും. അപ്പൊ ഈ പാർട്ടാണ് നമുക്ക് ഫ്രൂട്ടായിട്ട് വരുന്നത്, അതായത് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് വരുന്നത്. കണ്ടോ, ഇതിപ്പോ ഇന്ന് ഒരു ദിവസം ഇത് വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ കേട്ടോ. നാളെ ഇനി ഇത് എന്ന് വെച്ചാൽ നാളെ ഇതങ്ങ് അണങ്ങി പോകും. അങ്ങനെ ദേ അടുത്തൊരു പൂ നിൽപ്പുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽപ്പുണ്ടാവും. അത് പുറത്തോട്ടായിരിക്കുന്ന കേട്ടോ. ഓക്കെ, അതിന്റെ ഉൾഭാഗം കാണാൻ പറ്റത്തില്ല, എങ്കിൽ എന്റെ ഫോണ് താഴെ പോകും. ഉണ്ടോ, സൂപ്പർ അല്ലേ? നല്ല രസമല്ലേ? പിന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കണേ. ഇത് ഞങ്ങൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യാറുണ്ട്. അതായത് സാധാരണ ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ പോളിനേഷൻ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇൻസെക്ട്സ് കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബഡ്സ് കൊണ്ട് നമ്മൾ ഉള്ളിൽ മിക്സ് ചെയ്ത് വിടും. അപ്പോൾ ഈ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഫ്രൂട്ട് ബിഗായി കിട്ടും എന്നൊക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങളത് ഹാൻഡ് പോളിനേഷൻ ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോൾ ഉണ്ട്. ഇനി നാളെ വന്ന് നോക്കുമ്പോൾ ഇവനെ ഇങ്ങനെ കാണാൻ കിട്ടുകയില്ല കേട്ടോ. അത്ര സുന്ദരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കണ്ടോളൂ കൂട്ടുകാരെ, കണ്ടോളൂ. അടിപൊളി കണ്ടോ, സൂപ്പർ അല്ലേ? ഇത് നോക്കിയേ, കണ്ടോ കണ്ടോ, അടിപൊളി. അയ്യോ എന്ത് രസമല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. എന്ത് വലിയ പൂക്കളാന്ന് നോക്കിയേ. ഇതേ വാവ്, ഇത്ര അടുത്ത് ഇനി കാണാനേ പറ്റത്തില്ല. അടിപൊളിയായിട്ട് നല്ല പ്യൂർ വൈറ്റ് ആണ്. ഇതേ ഇതാണ് ഒരു ഫ്രൂട്ട്. ഓൾറെഡി പൂവ് വന്ന് ഉണങ്ങിപ്പോയി. ആ ഫ്ലവറാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഫ്ലവർ, ആ ഫ്ലവറാണ് ഇത്. ഇത് ഉണങ്ങിപ്പോയി. അതിന്റെ ബാക്കിൽ ഇതേ ഫ്രൂട്ട് ഇതായി വരുന്നത്. ഇതിന് വലുതായി ബിഗായി അത് പഴുക്കും വേണം നമ്മൾ അതായെന്ന് പാകമായെന്ന് നമ്മൾ അറിയുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇപ്പൊ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്. കുറെ നാൾ കൂടിയാണ് ഞാനും കാണുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിലും ഞങ്ങൾ കാണാറില്ല, ഞങ്ങൾ ഇവിടെ ഇറങ്ങാറില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ എന്നാലും എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ കാണിക്കാൻ കഴിയുന്നതിൽ. ഓക്കെ, ബൈ. അപ്പൊ ഗുഡ് നൈറ്റ്.